ഹായ് മൈ ഡിയേഴ്സ്. ഇന്നത്തെ എൻ്റെ വീഡിയോ പഴയ ഒരു വീഡിയോ കണ്ടിട്ട് അതിൻ്റെ കമൻറ്റ് പറഞ്ഞ സുജാതയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടേ, ഇങ്ങനെയൊക്കെ സാധിക്കുമോ എന്നുള്ളതായിരുന്നു ആ വീഡിയോയുടെ ഒരു കമൻറ്റ്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എന്തിൻ്റെ റിപ്ലൈ ആണെന്നുള്ളത്. അപ്പോൾ ഞാൻ ഇന്നിവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ പോകുന്നത് ഒരു രണ്ട് ആറുകളുടെ കാര്യമാണ് കേട്ടോ. ഒന്നാമത്തെ ആറാണ് റിയാക്ട്. അപ്പോൾ ഒരു വ്യക്തി വളരെ മോശമായിട്ട് നമ്മളോട് സംസാരിക്കുന്നു, അപ്പോൾ നമ്മൾ പ്രതികരിക്കുന്നു. അപ്പോൾ നമ്മൾ ആ വഴക്കിടുന്നു, നമ്മൾ എന്താണ് തർക്കുത്തരം പറയുന്നു, നമ്മൾ മാക്സിമം പ്രതികരണ ശേഷി അവിടെ ഉപയോഗിക്കുന്നു, എടുത്തു ചാടി പ്രവർത്തിക്കുന്നു, ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നു, എന്തൊക്കെയോ വായി തോന്നുന്നതൊക്കെ വിളിച്ചു പറയുന്നു. ഇതൊക്കെ കഴിഞ്ഞ് പിന്നീടായിരിക്കും നമ്മൾ ആലോചിക്കുന്നത് നമുക്ക് ആ വ്യക്തി നമ്മളോട് പ്രതികരിച്ചതിൻ്റെ ഒരു 100 ഇരട്ടി റിഗ്രറ്റ് നമുക്കുണ്ടാവും. അയ്യോ, ഞാൻ എന്തുകൊണ്ട് അപ്പോഴങ്ങനെ പ്രതികരിച്ചു, അങ്ങനെ പറയാൻ പാടുണ്ടായിരുന്നു, പിന്നെ അയാളും ഞാനും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നൊക്കെ പിന്നീട് ആലോചിച്ച് നമുക്ക് ഒരുപാട് പശ്ചാത്താപങ്ങളുണ്ടായ ഇൻസിഡൻസ് നിങ്ങൾക്കും ഉണ്ടാകാം. അപ്പോൾ റിയാക്ട് ചെയ്യുന്നത് ആ വ്യക്തി നമ്മളെ പ്രകോപിതരാക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ അങ്ങ് വികാരഭരിതരാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഇമോഷണൽ പാർട്ടൊക്കെ ഹൈ ആയിട്ട് നമ്മൾ വളരെ മോശമായിട്ട് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യും. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനും നമ്മുടെ ഹേർട്ടും കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ഇമോഷണലാകുമ്പോഴേക്കും ഇമോഷണലി സംസാരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനുമായിട്ടുള്ള നമ്മുടെ ഇൻ്റലക്ച്വൽ പാർട്ടുമായിട്ടുള്ള ആ ഒരു കോഡ് അങ്ങ് കട്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കാനുള്ള സമയം നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ എന്താണ് ഏതാണെന്ന് ചിന്തിക്കാതെ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രതികരിക്കാനായിട്ട് ഇടയാകുന്നു. നമ്മുടെ ഇമോഷണൽ പാർട്ട് അങ്ങ് ഹൈ ആയി നിൽക്കുമ്പോൾ നമ്മൾ വളരെ മോശമായിട്ടൊക്കെ പ്രതികരിക്കേണ്ട സാഹചര്യങ്ങൾ നമ്മളിൽ ഉണ്ടാകുന്നു. അത് നമുക്ക് ഈ ഒരു എന്താണ് ചിന്തിക്കേണ്ടതെന്നൊരു അവസ്ഥ നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ മാക്സിമം മോശമായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾക്കെതിരെ നമ്മളോട് ഒരു വ്യക്തി വളരെ മോശമായിട്ട് സംസാരിക്കുന്ന ആ വ്യക്തി എന്താണ് ഏതാണെന്ന് അറിയാതെ ചിന്തിച്ച് പ്രവർത്തിച്ച് നമുക്കറിയാം വഴക്കായി, ചെറിയ കുഞ്ഞു കാര്യങ്ങൾക്കായിരിക്കും വഴക്കായി വലിയ മർഡറിൽ വരെ കൊണ്ടെത്തിച്ചിട്ടുള്ള ഇൻസിഡൻസ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് ഇൻസിഡൻറ്റ്. അത് ആ വ്യക്തിയുടെ ഇമോഷണൽ പാർട്ട് ഹൈ ആയതുകൊണ്ടാണ്, അയാൾക്ക് ചിന്തിക്കാനോ എന്താണ് പ്രവർത്തിക്കേണ്ടതെന്നൊന്നും അറിയാതെ ചെയ്യുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്ന വേ വളരെ മോശമായി പോകുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് കേൾക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പാടില്ല, റിയാക്ട് ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. അടുത്ത രണ്ടാമത്തെ ആറെന്ന് പറയുന്നത് റെസ്പോൺസ് ആണ്. അപ്പം നമ്മൾ എങ്ങനെ റെസ്പോൺസ്, ഇപ്പോൾ ഒരാൾ നമ്മളോട് വളരെ മോശമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ആലോചിക്കേണ്ടത് ആ ആളും ഞാനും തമ്മിൽ എന്താണുള്ള വ്യത്യാസമില്ല. അപ്പോൾ എൻ്റെ ഒരു കൾച്ചർ, എൻ്റെ ഒരു ഡിഗ്നിറ്റി, എൻ്റെ വാല്യൂസ്, എൻ്റെ വ്യൂസ് ഒക്കെ വളരെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് പ്രതികരിക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നുകിൽ ആ ഇൻസിഡൻറ്റുമായിട്ട് സംബന്ധിച്ച് നമുക്ക് ഹയർ അതോറിറ്റിയുമായിട്ട് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ലീഗലി ഒരു അഡ്വൈസ് നേടാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ശാന്തമായിട്ട് നമ്മൾ മിണ്ടാതിരുന്നിട്ട് ആ വ്യക്തിയും ശാന്തമാകുമ്പോൾ എന്തിനാണ് അങ്ങനെ സംസാരിച്ചത്, അല്ലെങ്കിൽ ആ ഇൻസിഡൻറ്റിൻ്റെ ബേസ് എന്താണെന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതാണ് നമ്മൾ ചെയ്യുന്ന റെസ്പോണ്ട്. അപ്പോൾ ഒരു കാര്യം കണ്ട ഉടനെ എടുത്തു ചാടി വീണ് പ്രവർത്തിക്കുന്ന റിയാക്റ്റാണ്. അവിടെ നമ്മൾ ബുദ്ധിപരമായി ആലോചിക്കാതെ എടുത്തു ചാടി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് റിസൾട്ട് ഇല്ലാതെ പോകുന്നത്. പക്ഷേ നമ്മൾ എന്തെങ്കിലും കാര്യം നമ്മുടെ ലൈഫിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധിപരമായിട്ട് നമ്മൾ ചിന്തിക്കണം, ചിന്തിച്ച് വേണം പ്രവർത്തിക്കേണ്ടത്. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ആ ഒരു വേവ് ലെങ്ത് വളരെയധികം കുറയാനും സാധ്യതയുണ്ട്. കാരണം പണ്ടുള്ളവർ പറഞ്ഞിട്ടുണ്ട് കുട്ടികളെ നമ്മൾ കൈകൊണ്ട് അടിക്കാൻ പാടില്ല എന്നുള്ളത്, അല്ലേ? കാരണം എന്താണ്, കുട്ടികൾ എന്തെങ്കിലും പെട്ടെന്ന് നമ്മളെ വികാരഭരിതരാക്കാൻ വേണ്ടി നമ്മുടെ മുന്നിൽ നിന്ന് വഴക്കുണ്ടാക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കൈവശം ഇരിക്കുകയാണല്ലോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അടിക്കുകയോ എന്തെങ്കിലുമൊക്കെ എടുത്ത് എറിയുകയോ ഒക്കെ ചെയ്യാറുണ്ട്. അത് നമ്മളെ പെട്ടെന്ന് റിയാക്റ്റാണ്. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കമ്പെടുത്ത് അടിക്കണമെന്ന്. കാരണം കമ്പ് നമ്മുടെ ചുറ്റുപാടൊന്നുമില്ല. അപ്പം നമ്മളൊരു കുറച്ച് മിനിറ്റെങ്കിലും മാറി കമ്പെടുക്കാൻ പോകുന്ന ആ സമയത്തേക്ക് നമ്മുടെ ഈ ഇമോഷണൽ പാർട്ട് ഒന്ന് ഡൗണായി വരും. അപ്പോൾ നമ്മുടെ ആ ഒരു തീവ്രതയും കുറയും. അപ്പോൾ എന്താണ്, നമ്മൾ ആലോചിക്കും ഇപ്പോൾ ഇത് വേണോ വേണ്ടയോ എന്നുള്ളൊരു സമയം നമുക്ക് കിട്ടും. അതാണ് ഈ റെസ്പോണ്ടും റിയാക്റ്റും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ വീണ്ടും നമുക്ക് ചോദിക്കാം, അപ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ഏതാണ് ഫ്യൂച്ചറിൽ ഇനി എന്താണ് ഒന്നും ചിന്തിക്കാതെ നമ്മുടെ എല്ലാ ഇമോഷൻസിനെ എടുത്ത് നമ്മൾ മാക്സിമം ഹൈ വേവ് ലെങ്തിൽ അങ്ങ് പ്രവർത്തിക്കും. അങ്ങനെയാകുമ്പോൾ നമ്മുടെ റെഡ് ആങ്കറും ബ്ലാക്ക് ആങ്കറും ഒക്കെ അങ്ങ് ഹൈ പിച്ചിൽ വന്ന് നിന്നിട്ട് എന്താ വിളിച്ച് പറയുക, എന്താ ചെയ്യുക നമുക്ക് പോലും അറിയാൻ സാധിക്കാത്ത നിമിഷങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോയിട്ടുണ്ടാകും. അത് വളരെ മോശം ആയിരുന്നു എന്നുള്ളത് പിന്നീട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പം അതുപോലെ അല്ല, നമ്മൾ വളരെ ചിന്തിച്ച് വേണം നമ്മൾ തിരിച്ചു പ്രവർത്തിക്കാൻ. അതിനാണ് നമ്മൾ റെസ്പോണ്ട് എന്ന് പറയുന്നത്.
ഇപ്പോൾ ഒരു കുട്ടി നമ്മുടെ വീട്ടിൽ തന്നെ ഇൻസിഡൻസ് വരുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കുക, ഇപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇവിടെ പെരുമാറേണ്ടത്, ഞാൻ റിയാക്ട് ചെയ്യണോ റെസ്പോണ്ട് ചെയ്യണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. നമ്മുടെ ഹാർട്ടും ബ്രെയിനും കണക്റ്റഡ് ആണ്, നമ്മുടെ ഇമോഷണൽ പാർട്ടും നമ്മുടെ ഇൻ്റലക്ച്വൽ പാർട്ടും കണക്റ്റഡ് ആണ്. ആ കോഡ് വയർ കട്ടാകാതെ നമുക്ക് എങ്ങനെ പ്രവർത്തിക്കാമെന്ന് നമ്മൾ ആലോചിക്കണം. അപ്പോൾ ചോദിക്കാം, എന്താണ് നമ്മളെപ്പോഴും എപ്പോഴൊക്കെ നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ സാധിക്കും, നമ്മൾ കൂടുതൽ റിയാക്ട് ചെയ്യുകയല്ലേ ചെയ്യുന്നതെന്ന്. നമ്മൾ റിയാക്ട് ചെയ്യേണ്ട സ്ഥലത്ത് റിയാക്ട് ചെയ്യുക തന്നെ വേണം. പക്ഷെ നമ്മൾ ആ ഹാൻഡിൽ ചെയ്യുന്ന വേ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതായിരിക്കും. ശ്രദ്ധിക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിൻ പാർട്ടുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് വേണം എപ്പോഴും ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും. ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് ഇൻസിഡൻ്റ് ആണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ സഹയാത്രികൻ്റെ ബാഗ് വേറൊരാൾ പേഴ്സ് എടുക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ ഇപ്പോൾ റിയാക്ട് ചെയ്യേണ്ട, പിന്നീട് റെസ്പോണ്ട് ചെയ്യാൻ ലീഗലി അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനൊക്കെ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം, അങ്ങനെ ചിന്തിച്ചിരിക്കാതെ അവിടെ നമ്മൾ റിയാക്ട് ചെയ്ത് തന്നെ വേണം. അത് നമ്മൾ അവിടെ ബുദ്ധിപരമായിട്ട് പ്രവർത്തിക്കുക തന്നെ വേണം. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പഠിച്ചിരിക്കും. നമ്മുടെ ഫാനിൻ്റെ റെഗുലേറ്റർ നമ്മൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന പോലെ നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ ബാലൻസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കൊരു കാര്യം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ നമ്മൾ അവിടെ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. നമുക്കെതിരെ പ്രവർത്തിക്കുന്ന ആൾ അപ്പം അല്ലെങ്കിൽ നമ്മളെ പ്രകോപിതനാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ആളെ എങ്ങനെ വേണമെങ്കിലും പെരുമാറാം. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മളല്ല ആ വ്യക്തിയല്ല ഞാൻ. അപ്പോൾ എനിക്ക് എൻ്റേതായ ഒരു വാല്യൂ ഉണ്ട്. അപ്പം ഞാൻ എങ്ങനെ ഇവിടെ ഞാൻ റെസ്പോണ്ട് ചെയ്യണോ റിയാക്ട് ചെയ്യണോ തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഈ 2 6 തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ വരുന്ന ഏത് സാഹചര്യങ്ങളെയും നമുക്ക് അതിജീവിക്കാനായിട്ട് സാധിക്കും. നമ്മൾക്ക് എന്താണ്, നമ്മുടെ ഹാർട്ടും നമ്മുടെ ബ്രെയിനും എപ്പോഴും കണക്റ്റഡ് ആണ്. അപ്പോൾ എന്ത് കാര്യം, ചില ആൾക്കാരുണ്ട്, ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഒന്നും ചിന്തിക്കാതെ എടുത്തു ചാടി അങ്ങ് പ്രവർത്തിക്കും. ചില ആൾക്കാരുണ്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും, ഒന്നും പ്രവർത്തിക്കില്ല. ഇതിൻ്റെ ഇടയിൽ വേണം നമ്മളെപ്പോഴും ഹൗ ടു റിയാക്ട് ആൻഡ് ഹൗ ടു റെസ്പോണ്ട് എന്നുള്ള കാര്യം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ നല്ല വിലപിടിപ്പിച്ചുള്ള അല്ലെങ്കിൽ വിലപിടിപ്പുള്ള ഈ കാര്യങ്ങൾ നമുക്ക് ലൈഫിൽ എപ്പോഴും അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. നമ്മളൊരു ഇൻസിഡൻറ്റ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു വ്യക്തി നമ്മളോട് പെരുമാറുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ആക്ഷൻ എടുക്കേണ്ടത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ലൈഫിൽ അപ്ലൈ ചെയ്ത് നോക്കാം. താങ്ക് യു മൈ ഡിയേഴ്സ്. ഐ ആം യുവർ ദിവ്യ സജിത് ഫ്രം ദിവൂസ് ഹാപ്പിനെസ് ഹബ്. താങ്ക് യു.